അപ്പോൾ കഥ ഇത്ര ഉള്ളൂ. ഇതിപ്പോൾ ഇത് ആകെപ്പോൾ ഒരു കഥ ആയിക്കടെ വേണ്ട. അസ്സലാമു അലൈക്കും, കൈഫ അൻതും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. തെറ്റുകളുണ്ടാവും, തിരുത്തി തരണം, പിന്നെ ക്ഷമിക്കുമാണ് കേട്ടോ. അപ്പോൾ CP ഷഫീഖ് ബുഖാരി എഴുതിയ ഖുർആൻ പറഞ്ഞ കഥ എന്ന ഈ ബുക്കിലുള്ള കുറച്ച് കഥകൾ, അതിൽ യജൂജ് മജൂജിനെ കുറിച്ച് പറയുന്നുണ്ട്, യാഹൂദ ഖത്തറൂസ് എന്നിവരെ കുറിച്ചുള്ള കഥ പറയുന്നുണ്ട്, പിന്നെ ദുൽഖർനൈനി എന്നിവരെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ 2-3 കഥ ഈ ബുക്കിൽ പറയുന്നുണ്ട്. അതിൽ യഹൂദനെയും ഖത്തറൂസിനെയും പറ്റി പറയുന്ന കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ ഇതിന് കഥാവോ കഥാപ്രസംഗമാവോ അല്ലെങ്കിൽ വയലാവോ എന്നറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്ന പാഠം എന്താ വെച്ചാൽ, അള്ളാഹു നമുക്ക് തരുന്ന നിഅമത്തിൽ അവൻക്ക് സ്തുതിക്കാതെ അഹങ്കരിച്ച് നടക്കുന്നവർക്കുള്ള കഥയാണിത്. പണ്ട് ഒരു ഗ്രാമത്തിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ യഹൂദ, മറ്റാൾ ഖത്തറൂസ്. ഈ ഖത്തറൂസ് എന്ന് പറയുന്ന ആൾ അമുസ്ലിമായ ആളായിരുന്നു, യഹൂദ മുസ്ലിമും. അങ്ങനെ ഇവരുടെ പിതാവ് മരണപ്പെട്ടപ്പോൾ ഇവർക്ക് പിതാവിൻ്റെ അനന്തര സ്വത്തായിട്ട് 8000 ദീനാർ ലഭിച്ചു. അതിൽ രണ്ടാളും 4000 ദീനാർ അങ്ങോട്ടും ഇങ്ങോട്ടുമായി വീതിച്ചെടുത്തു. അതിൽ ഖത്തറൂസ് എന്ന ആൾ 1000 ദീനാർ വെച്ച് 2 തോട്ടം വാങ്ങി. അപ്പോൾ യഹൂദ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു എൻ്റെ 1000 ദീനാർ ഞാൻ പാവങ്ങൾക്ക് സ്വതക്കായിട്ട് നൽകുന്നു, അതിനു പകരം നീ സ്വർഗത്തിൽ എനിക്ക് 2 തോട്ടങ്ങളെ തരണമേ എന്ന് ദുആ ചെയ്തു. അങ്ങനെ ഖത്തറൂസ് വീണ്ടും 1000 ദീനാർ വെച്ച് വീടെടുത്തു. അപ്പോൾ വീണ്ടും യഹൂദ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എൻ്റെ 1000 ദീനാർ ഞാൻ ഫക്കീറന്മാർക്കും മിസ്കീന്മാർക്കും സ്വതക്ക നൽകുന്നു, ഈ കാരണത്താൽ നീ സ്വർഗത്തിൽ എനിക്ക് വീട് പണിത് തരണേ എന്ന് ദുആ ചെയ്തു. അങ്ങനെ ബാക്കിയുള്ള സ്വത്തിൽ നിന്ന് ഖത്തറൂസ് വീണ്ടും വീട്ടു സാധനങ്ങളും സേവകരെയും മേടിച്ചു. അപ്പോഴും യഹൂദ ദുആ ചെയ്തു, അള്ളാഹുവേ എനിക്ക് സ്വർഗത്തിൽ നീ സേവകരെയും വീട്ടു സാധനങ്ങളെയും നീ നൽകണേ എന്ന് ദുആ ചെയ്തു. എന്നിട്ട് 1000 ദീനാർ പാവപ്പെട്ടവർക്ക് സ്വതക്കായിട്ട് നൽകി. അങ്ങനെ ഖത്തറൂസ് 4മതും ലാസ്റ്റായിട്ട് 1000 ദീനാർ വെച്ച് കല്യാണവും കഴിച്ചു. അങ്ങനെ യഹൂദ ദുആ ചെയ്തു, അള്ളാഹുവേ എൻ്റെ 1000 ദീനാർ ഞാൻ പാവങ്ങൾക്ക് സ്വതക്കായി നൽകുന്നു, എനിക്ക് സ്വർഗത്തിൽ വെച്ച് എൻ്റെ കല്യാണം നീ കഴിപ്പിച്ച് തരണേ എന്ന് യഹൂദ ദുആ ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിട്ടാണ് ഖത്തറൂസിന് ധാരാളം മക്കളും സേവകരൊക്കെ ഉണ്ടായി. ഒരു ദിവസം ഖത്തറൂസ് തൻ്റെ മക്കളോട് പറയുകയാണ്, മക്കളെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മക്കൾ പറഞ്ഞു, അതെ പറഞ്ഞോളൂ, നമ്മുടെ തോട്ടത്തിനിടയിലൂടെ ഒരു പുഴ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മക്കൾ പറഞ്ഞു, അത് നല്ലൊരു ആശയമാണ്, നമ്മുടെ കൃഷിക്കുള്ള വെള്ളവും ഫലങ്ങളും വർദ്ധിക്കാൻ കാരണമാവും ഈ പുഴ ഉണ്ടാക്കലെന്ന് പറഞ്ഞു. അപ്പോൾ ഖത്തറൂസ് പറഞ്ഞു, എൻ്റെ ഉദ്ദേശം അതല്ല, മറ്റൊരു കൃഷിയാണ്, മുന്തിരി കൃഷിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. മുന്തിരിവള്ളികൾ ഈന്തപ്പനയുടെ മുകളിലൂടെ പടർത്തണം, 2 തോട്ടത്തിലുമായിട്ട് വാഴക്കൃഷി നടത്തണമെന്ന് ഖത്തറൂസ് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, കൃഷിയെല്ലാം നല്ല സമൃദ്ധിയിൽ നടക്കുകയാണ്. അങ്ങനെ ഉഷ്ണക്കാലം എത്തി. ഖത്തറൂസും തൻ്റെ മക്കളും തോട്ടത്തിലെത്തി. ഖത്തറൂസ് തൻ്റെ മക്കളോട് പറയുകയാണ്, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഈ വർഷം ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഖത്തറൂസ് പറഞ്ഞു. വീണ്ടും കൂട്ടിച്ചേർത്ത് ഖത്തറൂസ് പറയുകയാണ്, ഈ ഗ്രാമത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ഞാനാണെന്ന് വീമ്പ് പറഞ്ഞു. അങ്ങനെ ഫലങ്ങളുമായി ഖത്തറൂസ് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് തൻ്റെ സഹോദരനായ യഹൂദയെ വഴിയിൽ വെച്ച് കാണുകയാണ്. ഖത്തറൂസ് യഹൂദ എന്ന് നീട്ടി വിളിച്ചു. യഹൂദ ഖത്തറൂസിനോട് ചോദിച്ചു, ഖത്തറൂസ് നിനക്ക് സുഖമാണോ? അങ്ങനെ ഖത്തറൂസ് ആ സുഖം തന്നെ എന്ന് പറഞ്ഞു. അത് തിരിച്ച് ഖത്തറൂസ് ചോദിച്ചു, യഹൂദ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ യഹൂദ പറഞ്ഞു, അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. ഇത് കേട്ട ഖത്തറൂസ് പുച്ഛത്തോടെ ചോദിച്ചു, പരുക്കൻ വസ്ത്രങ്ങളും ദാരിദ്ര്യ ലക്ഷണങ്ങളുമുള്ള നിനക്ക് എന്ത് സുഖം? അപ്പോൾ യഹൂദ പറയുകയാണ്, ഏതവസ്ഥയിലും അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. ഖത്തറൂസ് അഹങ്കരിച്ചുകൊണ്ട് യഹൂദനോട് പറഞ്ഞു, യഹൂദ നീ എൻ്റെ സമ്പത്തും എൻ്റെ സന്താനങ്ങളും എൻ്റെ പരിചാരകരെയൊക്കെ നീ കണ്ടില്ലേ? വരൂ, നീ എൻ്റെ തോട്ടത്തിലേക്ക് വരൂ, എൻ്റെ സമ്പത്ത് എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് അഹങ്കരിച്ചുകൊണ്ട് ഖത്തറൂസ് പറഞ്ഞു. അവർ തോട്ടത്തിലെത്തിയപ്പോൾ കായ്ച്ചു നിൽക്കുന്ന കനികളെല്ലാം കണ്ട് മുന്തിരിവള്ളികളിലൂടെ കൈകൾ ഓടിച്ചുകൊണ്ട് ഖത്തറൂസ് പറഞ്ഞു, ഇതാണ് എൻ്റെ സമ്പാദ്യം. ഇതിനിടയിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്,
അതുകൊണ്ട് ഈ സമ്പത്ത് ഒരിക്കലും നശിക്കില്ല എന്ന് ഖത്തറൂസ് പറയുകയാണ്. നീ പറയുന്ന അന്ത്യനാളും സ്വർഗവും നരകവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിലും നാളെ ആഖിറത്തിൽ വെച്ച് അള്ളാഹു അവിടെയും എനിക്ക് സമ്പത്തും എല്ലാം നൽകുന്നതാണെന്ന് ഖത്തറൂസ് പറയുകയാണ്. അപ്പോൾ യഹൂദ ചോദിച്ചു, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് നിന്നെ ഇത്രയും വലുതാക്കിയ അള്ളാഹുവിനെ നീ ധിക്കരിക്കുകയാണോ? ഇനി ഈ തോട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ നീ സ്തുതിക്കണമായിരുന്നു, അൽഹംദുലില്ലാ എന്ന് നീ പറയണമായിരുന്നു. ഒരുപക്ഷെ അള്ളാഹുവിന് നിന്നേക്കാളും എനിക്ക് സമ്പത്ത് തരാൻ കഴിവുള്ളവനാണ്. നീ അഹങ്കരിക്കാൻ പാടില്ല. ഒറ്റ നിമിഷം കൊണ്ട് ഈ തീയുമായി വർഷിപ്പിച്ചാൽ നിന്റെ ഈ സമ്പത്തെല്ലാം ഇല്ലാതാവും. അല്ലയിലെ പുഴയിലെ വെള്ളം വറ്റിയാൽ നിന്റെ സമ്പത്ത് ഇല്ലാതാവും എന്ന് യഹൂദ ഖത്തറൂസിനോട് പറയുകയാണ്. ഇതൊന്നും വകകൊള്ളാതെ ഖത്തറൂസ് വീണ്ടും കൂടുതൽ അഹങ്കരിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടു നടക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഖത്തറൂസിൻ്റെ തോട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീയുമായി വർഷിപ്പിക്കുകയും കൃഷികളെല്ലാം നശിച്ചു പോവുകയും ചെയ്തു. ഖത്തറൂസ് തോട്ടത്തിൽ വന്നെത്തിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് ഖത്തറൂസ് ഇല്ലാതാവുകയാണ് ചെയ്തത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് എത്ര സമ്പത്തുണ്ടായാലും നാം അഹങ്കരിക്കാൻ പാടില്ല. അള്ളാഹുവിനെ അതിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മൾ കൂടുതലും ആളുകളും അഹങ്കരിച്ച് നടക്കാറുണ്ട്. ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്താണ്, അങ്ങനെ പറഞ്ഞ് നാം അഹങ്കരിക്കാൻ പാടില്ല. അള്ളാഹുവിനെ നാം സ്തുതിക്കണം. അപ്പോൾ കഥ എത്ര ഉള്ളൂ. ഇതിപ്പോൾ ആകെപ്പോൾ ഒരു കഥയായിക്കിടെ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ കമൻറ്റൊക്കെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക. വീഡിയോഗ്രാഫർ അബൂബക്കറിനോടൊപ്പം സൈനുദ്ദീൻ. അസ്സലാമു അലൈക്കും.